Welcome to Computer Science Learning Arena, a learning platform for computer science aspirants. നമ്മുടെ today's topic is black box testing techniques. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് ഒരു 9 black box testing techniques ഉണ്ട്. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ ആണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റിക്വയർമെന്റ്സ് ബേസ്ഡ് ടെസ്റ്റിംഗ്. നമുക്ക് എന്താണ് റിക്വയർമെന്റ് ബേസ്ഡ് ടെസ്റ്റിംഗ് നോക്കാം. ഇതിനെ റിക്വയർമെന്റ് ടെസ്റ്റിംഗ് എന്നും പറയാറുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ SRS ൽ എന്താണോ പറഞ്ഞിട്ടുള്ളത് അത് അച്ചീവ് ചെയ്തിട്ടുണ്ടോ എന്ന് വാലിഡേറ്റ് ചെയ്യാണ് നമ്മൾ റിക്വയർമെന്റ് ബേസ്ഡ് ടെസ്റ്റിംഗിൽ നടത്തുന്നത്. ഇതിലെന്താ വരുന്നത്? ആദ്യം നമുക്ക് എന്താ വേണ്ടത്? ഡീറ്റെയിൽഡ് റിവ്യൂ ഓഫ് ദി റിക്വയർമെന്റ് സ്പെസിഫിക്കേഷൻ. ആദ്യം നമ്മൾ SRS ൽ പറഞ്ഞിട്ടുള്ള റിവ്യൂസിനെ റിക്വയർമെന്റ്സിനൊക്കെ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്യണം. ഇതെന്താ ചെയ്യുന്നത്? അതും എന്തായാലും റിക്വയർമെന്റ്സ് റിവ്യൂ എൻഷുർസ് ദാറ്റ് ദേ ആർ കൺസിസ്റ്റന്റ്, കറക്റ്റ്, കംപ്ലീറ്റ് ആൻഡ് ടെസ്റ്റബിൾ. ഓരോ റിവ്യൂസ് ഇപ്പോൾ SRS ൽ പറഞ്ഞിട്ടുള്ള ഓരോ റിക്വയർമെന്റ്സും കൺസിസ്റ്റന്റ് ആയിരിക്കണം, കറക്റ്റ് ആയിരിക്കണം, കംപ്ലീറ്റ് ആയിരിക്കണം, ടെസ്റ്റബിൾ ആയിരിക്കണം. ഈ കാര്യങ്ങളൊക്കെയാണ് റിക്വയർമെന്റ്സ് സ്പെസിഫിക്കേഷൻ SRS റിവ്യൂ ചെയ്യുന്നതിന് എൻഷുർ ചെയ്യുന്നത്. ഇനിയിപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു റിക്വയർമെന്റ്സ് ചില സോഫ്റ്റ്വെയറിന്റെ റിക്വയർമെന്റ്സ് ഇംപ്ലൈഡ് റിക്വയർമെന്റ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ ഇംപ്ലിസിറ്റ് റിക്വയർമെന്റ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ എക്സ്പ്ലിസിറ്റ് റിക്വയർമെന്റ്സ് ഉണ്ടാവും. ഈ എക്സ്പ്ലിസിറ്റ് റിക്വയർമെന്റ്സിനെ നമ്മൾ പ്രോപ്പർ ആയിട്ട് SRS ൽ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. എക്സ്പ്ലിസിറ്റ് റിക്വയർമെന്റ്സ് ആർ സ്റ്റേറ്റഡ് ആൻഡ് ഡോക്യുമെന്റഡ് ആസ് പാർട്ട് ഓഫ് ദി റിക്വയർമെന്റ് സ്പെസിഫിക്കേഷൻ. പക്ഷേ ഇംപ്ലിസിറ്റ് റിക്വയർമെന്റ്സ് അങ്ങനെയല്ല. അത് നമ്മൾ ഇംപ്ലൈഡ് ആണ്, ആ വാക്കിൽ തന്നെയുണ്ട്. നമുക്ക് അത് ആ സോഫ്റ്റ്വെയറിന്റെ ഒപ്പം തന്നെ അതും കൂടി കിട്ടണം. സപ്പോസ് നമ്മളിപ്പോ ഒരു വേർഡ് ഡോക്യുമെന്റ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ അതില് ഡേറ്റ്, പേജ് നമ്പർ ഇതൊക്കെ വേണമെന്ന് പറയില്ലേ? അതേപോലെ തന്നെ ഇതിന്റെ റിപ്പോർട്ട്, ഒരു ബില്ലടിക്കുകയാണ്, അപ്പൊ അതിൽ പേജ് നമ്പർ, ഡേറ്റ്, ടൈം ഇതൊക്കെ നമ്മൾ ഉണ്ടാവില്ലേ? അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇംപ്ലൈഡ് റിക്വയർമെന്റ്സ് എന്ന് പറയുന്നത്. Implied or implicit requirements are those that are not documented but assumed to be incorporated in the system. അപ്പോൾ ഇത്രയാണ്. അപ്പോൾ ആ ഇംപ്ലിസിറ്റ് റിക്വയർമെന്റ്സിനെയും കൂടി ഡോക്യുമെന്റ് ചെയ്യണം. ഈ സ്റ്റേജിലാണ് നമ്മൾ ഇംപ്ലിസിറ്റ് റിക്വയർമെന്റ്സിനെ കൂടെ നമ്മൾ സ്റ്റേറ്റ്മെന്റ്സ് ആയിട്ട് എഴുതി ഡോക്യുമെന്റ് ചെയ്യും. പിന്നെ ടെസ്റ്റ് റിക്വയർമെന്റ് സ്പെസിഫിക്കേഷൻ, TRS, ടെസ്റ്റ് റിക്വയർമെന്റ് സ്പെസിഫിക്, അതായത് SRS നെ തന്നെ നമ്മൾ ഇംപ്ലിസിറ്റ് റിക്വയർമെന്റ്സിന്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. SRS ൽ ഓൾറെഡി എക്സ്പ്ലിസിറ്റ് റിക്വയർമെന്റ്സ് ഉണ്ടാവും, അതിന്റെ കൂടെ ഈ ഇംപ്ലിസിറ്റ് റിക്വയർമെന്റ്സും കൂടെ കളക്ട് ചെയ്ത് ഡോക്യുമെന്റ് ചെയ്തിട്ടുള്ള ഒരു ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള ഡോക്യുമെന്റ് ആണ് ടെസ്റ്റ് റിക്വയർമെന്റ് സ്പെസിഫിക്കേഷൻ ഡോക്യുമെന്റ് എന്ന് പറയുന്നത്. പിന്നെ ഇതിന് ശേഷം നമ്മൾ ടെസ്റ്റിംഗ് നമ്മൾ ചെയ്യുന്നത് TRS ഡോക്യുമെന്റിലായിരിക്കും. ചില ഓർഗനൈസേഷൻസ് മാത്രമേ TRS ഡോക്യുമെന്റ് പ്രിപ്പയർ ചെയ്യാറുള്ളൂ. അല്ലാത്തവർ ഡയറക്റ്റ് SRS ഡോക്യുമെന്റിനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് ടെസ്റ്റിംഗ് നടത്തുന്നത്. ഇതിപ്പോ നമ്മൾ ഒരു ലോക്ക് ആൻഡ് കീലെസ് എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ വരുന്ന നമ്മള് റിക്വയർമെന്റ് സ്പെസിഫിക്കേഷനിൽ വരുന്ന കാര്യങ്ങളാണ് എന്താണ് SRS ൽ എങ്ങനെയാണ് ഡോക്യുമെന്റ് ചെയ്തിട്ടുണ്ടാവുക എന്നുള്ളത്. അപ്പൊ അതിൽ മെയിൻ ആയിട്ട് 8 റിക്വയർമെന്റ്സ് ആണ് വരുന്നത്. അതിലെന്താ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്, ഓരോ റിക്വയർമെന്റ്സ് ചെയ്യുമ്പോഴും അതിന്റെ ഒപ്പം തന്നെ റിക്വയർമെന്റ്സ് ഐഡന്റിഫയർ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ഉണ്ടായിരിക്കും. പിന്നെ പ്രയോറിറ്റി, ഹൈ ആണോ, ലോ ആണോ, മീഡിയം ആണോ എന്നുള്ള ഒരു പ്രയോറിറ്റി ഉണ്ടായിരിക്കും. ഇതാണ് നമ്മൾ റിക്വയർമെന്റ് സ്പെസിഫിക്കേഷന്റെ ഒരു സിന്റാക്സ് എന്ന് പറയുന്നത്. അതൊരു ടേബിൾ ആണ്. അതിന്റെ റിക്വയർമെന്റ്സ് ഐഡന്റിഫയർ ഉണ്ടായിരിക്കും, ഡിസ്ക്രിപ്ഷൻ ഉണ്ടായിരിക്കും, ഹൈ, ലോ, മീഡിയം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രയോറിറ്റി പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഈ BR എന്ന് പറയുന്നത് ജസ്റ്റ് ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗിന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വേർഡ് മാത്രമാണ്. ബ്ലാക്ക് ബോക്സ് റിക്വയർമെന്റ് ടെസ്റ്റിംഗ്, അതിന്റെ ഷോർട്ട് ആയിട്ടാണ് BR എന്ന് പറയുന്നത് നമ്മൾ ആ വേർഡ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വരുന്നത് റിക്വയർമെന്റ്സ് ഐഡന്റിഫയർ. എന്താ അതിൽ പറയുന്നത്? ഐഡന്റിഫയർ എന്ന് പറഞ്ഞാൽ ഒരു യൂണീക്ക് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. BR എന്ന് പറഞ്ഞ കീവേഡ് അവിടെ യൂസ് ചെയ്യുന്നത് ബ്ലാക്ക് ബോക്സ് റിക്വയർമെന്റ് ടെസ്റ്റിംഗിനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഡിസ്ക്രിപ്ഷൻ ഫസ്റ്റ് നോക്കിയ BR01, insert the key numbered 1 2 3 4 5 6 and turning it clockwise should facilitate locking. എന്താ കീ, ഈ നമ്പറുള്ള കീ എടുത്തിട്ട് ക്ലോക്ക് വൈസിൽ ചെയ്ത് കഴിഞ്ഞെങ്കിൽ ലോക്ക് ആവണം. ഇതാണ് പറയുന്നത്. അത് ഹൈ പ്രയോറിറ്റി ആണ്. അതേപോലെ നെക്സ്റ്റ് നോക്കി ഇൻസെർട്ട് കീ നമ്പേഴ്സ് 1 2 3 4 5 6 ആൻഡ് ആന്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ അത് അൺലോക്ക് ചെയ്യണം. പിന്നെ ഓൺ കീ നമ്പർ 1 2 3 ക്യാൻ ബി യൂസ്ഡ് ടു ലോക്ക് ആൻഡ് അൺലോക്ക്. അത് യൂസ് ചെയ്താൽ ലോക്ക് ചെയ്യാനും പറ്റണം, അൺലോക്ക് ചെയ്യാൻ പറ്റണം.
No other object can be used to lock. വേറെ ഒന്നും യൂസ് ചെയ്തിട്ട് ലോക്ക് ചെയ്യാൻ പറ്റരുത്, വേറെ ഒന്നും യൂസ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റരുത്. ലോക്ക് may not open when it is hit with a heavy object. ഹെവി ഹിറ്റ് ചെയ്താൽ ഓപ്പൺ ആവരുത്. അതുപോലെ തന്നെ be made of metal. A lock and key must be made of metal of weight approximately 150 kilogram. അത് എപ്പോഴും സാറ്റിസ്ഫൈ ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, വെയിറ്റ് കൂടിയാലും കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. ലോക്കിന്റെ പർപ്പസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെക്യൂർ ആയിരിക്കണം. അതിന് വേണ്ടിയിട്ട് മെയിൻ ആയിട്ട് വേണ്ടത് ഫസ്റ്റത്തെ 3 റിക്വയർമെന്റ്സ് ആണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് വേറെ ഒന്നും കൊണ്ട് തുറക്കാൻ പാടില്ല, വേറെ ഒന്നും കൊണ്ട് ലോക്ക് ചെയ്യാനും പാടില്ല, തുറക്കാനും പാടില്ല. ഹെവി ഒബ്ജക്റ്റ് കൊണ്ട് ഹിറ്റ് ചെയ്താൽ അത് 3 മീഡിയം പ്രയോറിറ്റി ആണ് വരുന്നത്. പിന്നെ ഈ ലോക്കിന്റെയും മെറ്റലിന്റെയും സ്പെസിഫിക്കേഷൻസ് ഒക്കെ പറയുന്നത് ലോവർ പ്രയോറിറ്റി ആണ് പറയുന്നത്. അപ്പൊ ഇങ്ങനെയാണ് ഇത് സിമ്പിൾ ആയിട്ടൊരു ലോക്ക് ആൻഡ് കീ സിസ്റ്റത്തിന്റെ എക്സാമ്പിൾ പറഞ്ഞതാണ്. ഇതുപോലെയാണ് നമ്മളൊരു റിക്വയർമെന്റ് സ്പെസിഫിക്കേഷനിൽ റിക്വയർമെന്റ്സിനെ സ്പെസിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. എന്തൊക്കെയായിരുന്നു? ഐഡന്റിഫയർ ഉണ്ട്, ഡിസ്ക്രിപ്ഷൻ ഉണ്ട്, അതിന്റെ പ്രയോറിറ്റി ഉണ്ട്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് റിക്വയർമെന്റ് ട്രേസബിലിറ്റി മാട്രിക്സ്. അപ്പൊ ഈ ആർ ടി എം ഇതൊരു മെട്രിക്സ് ആണ്. ഇത് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഒരു ടേബിൾ ഫോർമാറ്റിലുള്ള ഒരു ഡാറ്റയാണ്. ഇതെന്താ? ഡിസൈൻ ടെസ്റ്റ് ഓരോ സ്റ്റേജിലുമുള്ള റിക്വയർമെന്റ്സ് നമ്മൾ ടെസ്റ്റിങ്ങിനും ഡെവലപ്മെന്റിനും ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് ട്രേസ് ചെയ്ത് വെക്കും, അത് റെക്കോർഡ് ചെയ്ത് വെക്കും. ആൻഡ് RTM traces all the requirements from their genesis through design, development and testing. ഇതെന്താ? ഈ മെട്രിക്സ് എല്ലാ ലൈഫ് സൈക്കിളും, ഡിസൈൻ തൊട്ടുള്ള എല്ലാ ലൈഫ് സൈക്കിളും റിക്വയർമെന്റ് സ്പെസിഫിക്കേഷൻ, റിക്വയർമെന്റ് എഞ്ചിനീയറിംഗ് ഫസ്റ്റ് സ്റ്റേജ് ആയ റിക്വയർമെന്റ് ഐഡന്റിഫിക്കേഷൻ തൊട്ട് ടെസ്റ്റിംഗ് വരെയുള്ള എല്ലാ സ്റ്റേജിലും ഈ റിക്വയർമെന്റ് ട്രേസബിലിറ്റി മെട്രിക്സ് എല്ലാ സ്റ്റേജും യൂസ് ചെയ്തിട്ടാണ്, എല്ലാ സ്റ്റേജിൽ നിന്നും ഡാറ്റ കളക്ട് ചെയ്യുന്നുണ്ട് ഈ റിക്വയർമെന്റ് ട്രേസബിലിറ്റി മെട്രിക്സിന് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതൊരു ടേബിൾ ഫോർമാറ്റ് ആണ്. ഇതിലും വേണ്ട it contains requirements identifier, requirements description, requirements priority, test condition, test case IDs, phase of testing. ഇങ്ങനെ വരുന്നത് നോക്ക്. ഇതാണ് അതിന്റെ ഒരു സിന്റാക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിലെന്താ ഫസ്റ്റ് വരുന്നത്? റിക്വയർമെന്റ്സ് ഐഡന്റിഫയർ. നേരത്തെ പറഞ്ഞ റിക്വയർമെന്റ്സ് ഐഡന്റിഫയേഴ്സ് തന്നെയാണ് BR എന്ന് പറയുന്നത്. പിന്നെ ഡിസ്ക്രിപ്ഷൻ, പിന്നെ പ്രയോറിറ്റി H. അതുകൂടാതെ ഇത്രയും ഭാഗങ്ങൾ റിക്വയർമെന്റ് സ്പെസിഫിക്കേഷനിൽ വന്നിരുന്നതാണ്. അത് കൂടാതെ ഇവിടെ വരുന്നത് ടെസ്റ്റ് കണ്ടീഷൻസ്, ടെസ്റ്റ് കേസ് IDs, ഫേസസ് ഓഫ് ടെസ്റ്റിംഗ്. ടെസ്റ്റ് കണ്ടീഷൻസ് എന്ന് പറഞ്ഞാൽ എന്താ? എന്ത് കീ ആണ് യൂസ് ചെയ്യേണ്ടത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ടെസ്റ്റ് കണ്ടീഷൻസ് വരുന്നത്. പിന്നെ അതിന് ഒരു ടെസ്റ്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ 1-2 ടെസ്റ്റ് കേസസ് കൂടിയതായിരിക്കും. അപ്പൊ അതിന് ടെസ്റ്റ് കേസിന്റെ IDs, പിന്നെ ഫേസസ് ഓഫ് ടെസ്റ്റിംഗ്, ഏത് യൂണിറ്റ് ടെസ്റ്റിംഗിലാണോ, കമ്പോണന്റ് ടെസ്റ്റിംഗിലാണോ, ഈ ഇന്റഗ്രേഷൻ ടെസ്റ്റിംഗ് ചെയ്യുമ്പോഴാണോ, സിസ്റ്റം ടെസ്റ്റിംഗ് വരുമ്പോഴാണ്, ഇതെല്ലാം നമ്മൾ സെപ്പറേറ്റ് നെക്സ്റ്റ് മൊഡ്യൂൾസിൽ പഠിക്കുന്നുണ്ട്. എപ്പോഴാണ് ഈ ടെസ്റ്റിംഗ് ചെയ്യേണ്ടത്, എപ്പോഴാണ് ആ റിക്വയർമെന്റ്സ് ടെസ്റ്റ് ചെയ്യപ്പെടേണ്ടത്, യൂണിറ്റ് ടെസ്റ്റിംഗ് ചെയ്യുമ്പോഴാണോ, കമ്പോണന്റ് ടെസ്റ്റിംഗ് ചെയ്യുമ്പോഴാണോ, സിസ്റ്റം ടെസ്റ്റിംഗിന്റെ സ്റ്റേജിലാണോ, ഇന്റഗ്രേഷൻ ടെസ്റ്റിംഗിന്റെ സ്റ്റേജിലാണോ, എപ്പോഴാണ് ആ റിക്വയർമെന്റ് ടെസ്റ്റ് ചെയ്യേണ്ടതെന്നാണ് ഫേസസ് ഓഫ് ടെസ്റ്റിംഗിൽ. ഫസ്റ്റ് ഇത് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കാണ്. റിക്വയർമെന്റ്സ് ഐഡന്റിഫയർ ആൻഡ് റിക്വയർമെന്റ്സ് ഡിസ്ക്രിപ്ഷൻ. ഇത് രണ്ടും നമുക്ക് എന്താ SRS തന്നെ കിട്ടും. നെക്സ്റ്റ് റിക്വയർമെന്റ് പ്രയോറിറ്റി, എന്താ ഹൈ ലോ മീഡിയം എന്ന് പറഞ്ഞിട്ട് അതും അവിടെ തന്നെ ഉണ്ടായിരിക്കും. ആദ്യം എന്താ ചെയ്യുക? ഹയർ പ്രയോറിറ്റി ഉള്ള റിക്വയർമെന്റ്സ് ആണ് ആദ്യം ടെസ്റ്റ് ചെയ്യുക. പിന്നെയാണ് ലോവർ പ്രയോറിറ്റി, മീഡിയം പ്രയോറിറ്റി ഉള്ളതിന് പ്രസിഡൻസ് കിട്ടും. ദെൻ അടുത്തത്. അങ്ങനെ അതിന്റെ പ്രസിഡൻസ് പറയാൻ വേണ്ടിയിട്ടാണ് ഈ റിക്വയർമെന്റ്സ് പ്രയോറിറ്റി നോക്കുന്നത്. നെക്സ്റ്റ് കണ്ടീഷൻസ്. ഇതിലാണ് ലിസ്റ്റ് ദ ഡിഫറെന്റ് വേസ് ഓഫ് ടെസ്റ്റിംഗ് ദ റിക്വയർമെന്റ്സ്. Test conditions are derived using black box testing techniques. These conditions are grouped together to form single test case. ടെസ്റ്റ് കണ്ടീഷൻസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളിപ്പോ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഒരു ഇഫ് ടെസ്റ്റ് ചെയ്യാൻ കുറെ കണ്ടീഷൻസ് ഉണ്ട്. എൽസ് പാർട്ട് ചെയ്യണം, ട്രൂ പാർട്ട് ചെയ്യണം, അങ്ങനെ കറക്റ്റ് അത് രണ്ടിലും ഇല്ലാത്തത് ഏതെങ്കിലും അതും വർക്ക് ചെയ്യണം എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അതായത് ഒരു ലൂപ്പ് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ ഉണ്ട്, അപ്പർ ബൗണ്ട് നോക്കണം, ലോവർ ബൗണ്ട് നോക്കണം, ടെസ്റ്റ് ഉള്ളിൽ ഫസ്റ്റ് ഇതിൽ ഉള്ളിൽ ലൂപ്പിൽ ലൂപ്പിന്റെ ഇൻസൈഡ് ഫസ്റ്റ് ഇതിൽ തന്നെ കയറണം നോക്കണം, അങ്ങനത്തെ കുറേങ്ങൾ. അപ്പൊ അങ്ങനത്തെ കുറെ ടെസ്റ്റ് കണ്ടീഷൻസ് കൂടിയതാണ് ഒരു ടെസ്റ്റ് കേസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ അങ്ങനത്തെ എല്ലാ ടെസ്റ്റ് കണ്ടീഷൻസും ആണ് അവിടെ പറയുന്നത്. പിന്നെ ടെസ്റ്റ് എന്നിട്ട് അതെല്ലാം കൂടി ഗ്രൂപ്പ് ആയിട്ട് ടെസ്റ്റ് കേസ് ഉണ്ടാക്കും. അപ്പൊ ഇനി നെക്സ്റ്റ് വരുന്ന അതാണ് ടെസ്റ്റ് കേസ് IDs. അപ്പൊ ഈ ആദ്യത്തെ റിക്വയർമെന്റ് ഏത് ടെസ്റ്റ് കേസിലാണ് വരുന്നത്, അടുത്ത റിക്വയർമെന്റ് ഏത് ടെസ്റ്റ് കേസ്. അപ്പൊ ഒരു ടെസ്റ്റ് കേസിൽ എന്താ ഒന്നിൽ കൂടുതൽ റിക്വയർമെന്റ്സ് ഉണ്ടാവാം.
mapping between test cases and the requirements, serial numbered and prefixed with the name of the product. പ്രൊഡക്റ്റിന്റെ നെയിം വെച്ചിട്ടാണ് ടെസ്റ്റ് കേസിന്റെ ഐഡീസ് പറയുന്നത്. ഫേസസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. when a requirements will be tested and at what phase of testing it needs to be considered. ഇനി ഇതിൽ പറഞ്ഞില്ലേ നമ്മൾ റിക്വയർമെന്റ് ട്രേസബിലിറ്റി ടെസ്റ്റിംഗില് എന്താ, ഫോർ ഈച്ച് റിക്വയർമെന്റ് ദർ ഈസ് ഓൺലി വൺ ടെസ്റ്റ് കേസ്. അപ്പൊ അതിൽ നമ്മൾ നേരത്തെ പറഞ്ഞ റിക്വയർമെന്റ് BR01 അതിനൊരു എക്സാമ്പിൾ ആണ്. ഒരു ടെസ്റ്റ് കേസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരു റിക്വയർമെന്റിന് ഒരു ടെസ്റ്റ് കേസ്. അതേപോലെ തന്നെ ഒരു റിക്വയർമെന്റ്സിന് നെക്സ്റ്റ് കേസ് വന്ന BR03 ഒന്ന് വായിച്ചു നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഒരു റിക്വയർമെന്റ്സിന് മെനി ടെസ്റ്റ് കേസസ് ഉണ്ടാവും. മെനി ടു വൺ എന്ന് പറഞ്ഞാൽ മെനി റിക്വയർമെന്റ്സിന് സിംഗിൾ ടെസ്റ്റ് കേസ് ഉണ്ടാവുള്ളൂ. അത് നമ്മുടെ എക്സാമ്പിളിൽ ഇല്ല. പിന്നെ പറയുന്നതാണ് മെനി ടു മെനി. മെനി റിക്വയർമെന്റ്സ് മെനി ടെസ്റ്റ് കേസസ് ഉണ്ടാവാം. പിന്നെ one to none. The set of requirements can have no ടെസ്റ്റ് കേസസ്. ഇവിടെ എന്താ വരുന്നത്, ഒന്നില്ലെങ്കിൽ അത് റിക്വയർമെന്റ് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടാവില്ല, അല്ലാന്ന് വെച്ചാൽ അത് ലോവസ്റ്റ് പ്രയോറിറ്റി ആയിട്ടുള്ള ഇതായിരിക്കും. അത് BR08 ആണ്. ടെസ്റ്റ് ചെയ്താലും ഇല്ലെങ്കിലും കുഴപ്പമില്ല. അപ്പൊ അങ്ങനത്തെ റിക്വയർമെന്റ്സ് ആണ് ഇത് വരുന്നത്. അപ്പൊ എന്താ ടെസ്റ്റ് കണ്ടീഷനും ടെസ്റ്റ് കേസും ഉള്ള ഡിഫറൻസ് എന്താ, കുറെ ടെസ്റ്റ് കണ്ടീഷൻസ് കൂടിയതാണ് ഒരു ടെസ്റ്റ് കേസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി in the RTM, role of RTM in requirement based testing. When the RTM provides a tool to track the testing status of each requirements without missing any key requirements. ഇതെന്താ പറയുന്നത്, ടെസ്റ്റിംഗ് സ്റ്റാറ്റസ് അറിയാൻ പറ്റും. ഒരു റിക്വയർമെന്റ് മിസ് ആയിട്ടില്ല എന്നുള്ളത് എൻഷുർ ചെയ്യാൻ പറ്റും ഇത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെന്താ, ഇതിൽ പ്രയോറിറ്റി പറയുന്നത് കൊണ്ട് തന്നെ the RTM enables testers to prioritize the test case execution to catch the defects in the high priority areas as early as possible. എന്താ, ആദ്യം തന്നെ ഹൈ പ്രയോറിറ്റി ഉള്ള റിക്വയർമെന്റ്സ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും ഡിഫക്ട്സ് ഉണ്ടെങ്കിൽ ആദ്യം തന്നെ കണ്ടെത്താൻ പറ്റും. പിന്നെന്താ, test condition can be grouped to create test cases or can be represented as unique test cases. The list of test cases that addresses a particular requirement can be viewed from the RTM. നമ്മൾ എന്താ പറഞ്ഞ ടെസ്റ്റ് കേസസ് എന്ന് പറഞ്ഞാൽ ടെസ്റ്റ് കണ്ടീഷൻസ് ഗ്രൂപ്പ് ചെയ്തതാണ്. അപ്പൊ അങ്ങനെ യൂണീക്ക് ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. നമ്മൾ എപ്പോഴും പറയാ, ഒരു ലിസ്റ്റ് ഓഫ് ടെസ്റ്റ് കേസസ് ദാറ്റ് അഡ്രസ് എ പെർട്ടിക്കുലർ റിക്വയർമെന്റ് ക്യാൻ ബി വ്യൂഡ് ഫ്രം ദി RTM. ഒരു റിക്വയർമെന്റ്സിന് വേണ്ടിയിട്ട് മാത്രം, ഒരു പെർട്ടിക്കുലർ റിക്വയർമെന്റ്സ് വേണ്ടിയിട്ട് ഏതൊക്കെ ടെസ്റ്റ് കേസസ് എക്സിക്യൂട്ട് ചെയ്യണം എന്നുള്ളത് നമുക്ക് ഈ RTM നോക്കിയാൽ ഫൈൻഡ് ചെയ്യാൻ പറ്റും. പിന്നെന്താ, ടെസ്റ്റ് കണ്ടീഷൻസ് ഓർ കേസസ് ക്യാൻ ബി യൂസ്ഡ് ആസ് ഇൻപുട്ട് to arrive at the size, effort, schedule estimation of test. എപ്പോൾ ചെയ്യണം, ഓരോ ടെസ്റ്റ് കേസസും ഓരോ കണ്ടീഷനും ഓരോ ടെസ്റ്റ് കേസസിന് വേണ്ടി ഇന്ന ഇൻപുട്ട് വേണം, അതിന്റെ സൈസ്, എഫർട്ട്, എപ്പോൾ ചെയ്യണം, അത് എസ്റ്റിമേഷൻ, ഷെഡ്യൂൾ എസ്റ്റിമേഷൻ, ഇതെല്ലാം നമുക്ക് ആക്കാൻ പറ്റും. പിന്നെ ടെസ്റ്റ് മെട്രിക്സ് കളക്റ്റഡ് ഓർ ഇൻഫേർഡ് ഫ്രം RTM. RTMന്ന് എന്തൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക, എന്തൊക്കെ മെട്രിക്സ് ആണ് മനസ്സിലാക്കാൻ പറ്റുക എന്നുള്ളത്. പിന്നെ എന്താ, റിക്വയർമെന്റ്സ് അഡ്രസ്ഡ് പ്രയോറിറ്റി വൈസ് ഹെൽപ്സ് ഇൻ നോയിങ് ദ ടെസ്റ്റ് കവറേജ് based on the requirements. Number of tests covered for high priority requirements versus test created for low priority requirements. ടെസ്റ്റ് കവറേജ് എന്ന് പറഞ്ഞ ഒരു മെട്രിക്സ് ഉണ്ട്, അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിൽ രണ്ട് തരത്തിൽ മനസ്സിലാക്കാൻ പറ്റും. ഹൈ പ്രയോറിറ്റി റിക്വയർമെന്റ്സിൽ എത്ര റിക്വയർമെന്റ്സ് നമ്മൾ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു, അതേപോലെ ലോ പ്രയോറിറ്റിയിൽ എത്ര എണ്ണം കഴിഞ്ഞു എന്നുള്ളത്. അപ്പൊ അങ്ങനെ മനസ്സിലാക്കാൻ പറ്റും. അത് ടെസ്റ്റ് കവറേജ് എന്ന് പറഞ്ഞ മെട്രിക്സ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് നമ്പർ ഓഫ് ടെസ്റ്റ് കേസസ് റിക്വയർമെന്റ് വൈസ്. ഫോർ ഈച്ച് റിക്വയർമെന്റ് ടോട്ടൽ നമ്പർ ഓഫ് ടെസ്റ്റ്, ഓരോ റിക്വയർമെന്റിനും എത്രയൊക്കെ ടെസ്റ്റ് കേസസ് ഉണ്ട്, എത്ര കാര്യങ്ങൾ നമുക്ക് ടെസ്റ്റ് ചെയ്യാനുണ്ട് എന്നുള്ളത് നമുക്ക് ഇതിൽ നിന്ന് നോക്കിയാൽ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. പിന്നെ ടോട്ടൽ നമ്പർ ഓഫ് ടെസ്റ്റ് കേസസ് പ്രിപ്പയർഡ്, ടോട്ടൽ നമ്പർ ഓഫ് ടെസ്റ്റ് കേസ് പ്രിപ്പയർഡ് ഫോർ ഓൾ റിക്വയർമെന്റ്സ്, എല്ലാ റിക്വയർമെന്റ്സും കൂടിയിട്ട് എത്ര ടെസ്റ്റ് കേസസ് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യേണ്ടി വരും. അപ്പൊ അത് ഇങ്ങനെ 3 മെട്രിക്സ് ആണ്. ഫസ്റ്റ് പറഞ്ഞാൽ എന്താ, ടെസ്റ്റ് കവറേജ്, ലോവർ പ്രയോറിറ്റിക്ക് എത്ര ടെസ്റ്റുകൾ ചെയ്തു, ലോവർ പ്രയോറിറ്റി റിക്വയർമെന്റ്സിന് എത്ര റിക്വയർമെന്റ്സ് ടെസ്റ്റ് ചെയ്തു, ഹയർ പ്രയോറിറ്റി റിക്വയർമെന്റ്സിന് എത്ര റിക്വയർമെന്റ്സ് ടെസ്റ്റ് ചെയ്തു എന്നുള്ളത്. പിന്നെ
ഓരോ റിക്വയർമെന്റിനും എത്ര ടെസ്റ്റ് കേസസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ എത്ര ടെസ്റ്റ് കേസസ്, ഇപ്പൊ 5 ടെസ്റ്റ് കേസ് ടെസ്റ്റ് ചെയ്ത് സാറ്റിസ്ഫൈ ചെയ്യാൻ മാത്രമാണ് ഒരു റിക്വയർമെന്റ്സ് സാറ്റിസ്ഫൈ ചെയ്തെന്ന് പറയാൻ പറ്റുള്ളൂ. അങ്ങനെ എത്ര റിക്വയർമെന്റ്സ് ആണ് എത്ര ടെസ്റ്റ് കേസസ് ആണ് ഓരോ റിക്വയർമെന്റ്സിനും ഉള്ളത് എന്നുള്ളത്. നെക്സ്റ്റ് പറയുന്നതാണ് നമ്പർ ഓഫ് ടെസ്റ്റ് കേസ്, എല്ലാ റിക്വയർമെന്റ്സിനും കൂടിയിട്ട് എത്ര ടെസ്റ്റ് കേസസ് ജനറേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇത്രയാണ് നമുക്ക് ഒരു RTM നോക്കിക്കഴിഞ്ഞാൽ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന മെട്രിക്സ്. ഇനി ഇതിൽ വരുന്നതാണ് ടെക്സ്റ്റ് എക്സിക്യൂഷൻ ഡാറ്റ. ഇത് പറഞ്ഞാൽ എന്താ വരുന്നത്? ഇപ്പൊ നമ്മളിപ്പോ RTMൽ കുറെ ടെസ്റ്റ് കേസസ്, ടെസ്റ്റ് കണ്ടീഷൻ, ഓരോ റിക്വയർമെന്റ് സാറ്റിസ്ഫൈ ചെയ്യാനുള്ള ടെസ്റ്റ് കേസസ് ഒക്കെ നമ്മൾ ഫൈൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. അപ്പോൾ അത് എല്ലാം എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞു. ആ റിക്വയർമെന്റ്സിന് വേണ്ടിയിട്ട് എല്ലാ ടെസ്റ്റസും എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം കിട്ടുന്ന ഡാറ്റയാണ് സാമ്പിൾ ടെക്സ്റ്റ് എക്സിക്യൂഷൻ ഡാറ്റ എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ എന്തൊക്കെയുള്ള requirements ID, priority, test case, total test cases, test case passed, test case failed, percentage of passed, number of defects. അപ്പോൾ ഓരോ ടെസ്റ്റ് കേസസ് എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം ഇപ്പൊ ഈ 7 റിക്വയർമെന്റ്സിന് വേണ്ടിയിട്ട് 12 ടെസ്റ്റ് കേസസ് ഉണ്ട്. അപ്പോൾ ഓരോന്നും ഇപ്പൊ BR05 എന്ന് പറഞ്ഞ റിക്വയർമെന്റ് സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ 3 ടെസ്റ്റ് കേസ് ഉണ്ട്. TC8, TC9, TC10 എന്ന് പറഞ്ഞിട്ട് 3 ടെസ്റ്റ് കേസസ് ഉണ്ട്. അപ്പൊ ആ 3 ടെസ്റ്റ് കേസ്, ടോട്ടൽ ടെസ്റ്റ് കേസസ് 3, ടോട്ടൽ ടെസ്റ്റ് കേസ് പാസ്ഡ് 3ഉം പാസ്സായി. അപ്പൊ എന്താ, ഫെയിലിയർ ആയിട്ട് 0 ആണ്. അതൊരു പെർസെന്റേജ് ഓഫ് പാസ് പറയുന്നത് 100% ആണ്. നമ്പർ ഓഫ് ഡിഫക്ട്സ് ഫൗണ്ട്, ഒരു ഡിഫക്ട് ഫൗണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുപോലെ തന്നെ ഈ BR04 എന്ന് പറയുന്നത് എന്താ, ടെസ്റ്റ് കേസ് ഒരെണ്ണം പാസ്സായില്ല, അതുകൊണ്ട് ടെസ്റ്റ് കേസ് പാസ്ഡ് 2 ആണ്. ടെസ്റ്റ് കേസ് ഫെയിൽഡ് 1 ആണ്. പെർസെന്റേജ് ഓഫ് പാസ് 67% ആണ്. നമ്പർ ഓഫ് ഡിഫക്ട്സ് ഫൗണ്ട് 5 ഡിഫക്ട്സ് ഫൗണ്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ ഈ ടെസ്റ്റ് കേസ്. അപ്പൊ ആഫ്റ്റർ ഓരോ ടെസ്റ്റ് കേസ് എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷമുള്ള ഡാറ്റയാണ് നമ്മൾ ഈ ടേബിളിൽ ഉള്ളത്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്തൊക്കെ മനസ്സിലാവും? ടെസ്റ്റ് മെട്രിക്സ് കളക്ടഡ് ആഫ്റ്റർ ദ എക്സിക്യൂഷൻ ഓഫ് ടെസ്റ്റ് കേസസ്. ദി ടോട്ടൽ നമ്പർ ഓഫ് ടെസ്റ്റ് കേസസ് പാസ്ഡ്, എത്രയാണ് ടോട്ടൽ നമ്പർ ഓഫ് ടെസ്റ്റ് കേസസ് അല്ലെങ്കിൽ റിക്വയർമെന്റ്സ് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളത്, അതായത് പാസ് ആയിട്ടുള്ളത്. അതായത് ടോട്ടൽ നമ്പർ ഓഫ് ടെസ്റ്റ് കേസ്, റിക്വയർമെന്റ്സ് ഫെയിൽ, എത്ര ഫെയിൽ ആയിട്ടുണ്ടെന്നുള്ളത് ആ ടേബിൾ നോക്കിയാൽ മനസ്സിലാവും. എത്ര ഡിഫക്ട്സ് ഫൗണ്ട്, ടോട്ടൽ നമ്പർ ഓഫ് ഡിഫക്ട്സ് ഇൻ റിക്വയർമെന്റ്, അത് നമുക്ക് മനസ്സിലാവും. നമ്പർ ഓഫ് റിക്വയർമെന്റ്സ് കംപ്ലീറ്റഡ്, എത്ര റിക്വയർമെന്റ്സ് ടെസ്റ്റ് ചെയ്ത് സാറ്റിസ്ഫൈ ചെയ്ത് ഒരു ഡിഫക്റ്റും ഫൈൻഡ് ചെയ്യാതെ കംപ്ലീറ്റ് ആയി എന്നുള്ളത് മനസ്സിലാവും. നമ്പർ ഓഫ് റിക്വയർമെന്റ്സ് പെൻഡിങ് ഡ്യൂ ടു ഡിഫക്ട്സ്, ഡിഫക്റ്റ് ആയതുകൊണ്ട് കംപ്ലീറ്റ് ആവാത്ത എത്ര റിക്വയർമെന്റ്സ് ഉണ്ടെന്നുള്ളത് മനസ്സിലാവും. അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മളെ റിക്വയർമെന്റ്സ് ബേസ്ഡ് ടെസ്റ്റിംഗിൽ വരുന്നത്. ഇത്രയൊക്കെയാണ്. SRSനെ ബേസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അതിന് ഓരോ റിക്വയർമെന്റ്സ് നോക്കും, അതിന് RTM, അത് റിക്വയർമെന്റ്സ് മെട്രിക്സ് ഫൈൻഡ് ചെയ്യും, പിന്നെ അത് യൂസ് ചെയ്തിട്ട് ടെസ്റ്റിംഗ് നടക്കും. അതിന് പിന്നെ ടെസ്റ്റ് കേസസ് കിട്ടും, അത് യൂസ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് ഡാറ്റ ഫൈൻഡ് ചെയ്യാൻ പറ്റും. എത്രണ്ണം പാസ്സായി, ഏതൊക്കെ റിക്വയർമെന്റ്സ് പാസ്സായി, എത്ര ഡിഫക്ട്സ് വന്നു, ഡിഫക്ട്സ് ഒന്നുമില്ലാണ്ട് എത്ര റിക്വയർമെന്റ്സ് പാസ്സായി എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. അത്രയൊക്കെയാണ് റിക്വയർമെന്റ് ബേസ്ഡ് ടെസ്റ്റിംഗിൽ ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ വരുന്നതാണ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ടെസ്റ്റിംഗ്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. എല്ലാം കുറച്ചധികം വരുന്നുണ്ട്. ഒരു 5-10 സ്ലൈഡെങ്കിലും എല്ലാ ഇതിലും വേണം. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. താങ്ക് യു.